നമസ്കാരം. ജ്ഞാനവൃദ്ധൻ, കുലവൃദ്ധൻ, ധനവൃദ്ധൻ, വയോവൃദ്ധൻ എന്നിങ്ങനെ വൃദ്ധന്മാർ 5 തരമാണെന്ന് അറിയാമല്ലോ. ഇതിൽ കമ്മ്യൂണിസ്റ്റ് കുലത്തിൽ പിറന്ന ഒരു ധനവൃദ്ധന് 82-ാം വയസ്സിൽ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയ സംഭവമായിരുന്നു കഴിഞ്ഞയാഴ്ച നമ്മൾ കേട്ടത്. കാഞ്ഞിരക്കാട്ടമ്പലത്തിൽ തേങ്ങാമൂത്ത് കരിക്കാകുന്ന മഹാത്ഭുതത്തെപ്പറ്റി ഒരു പാട്ട് പണ്ട് കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു അത്ഭുതമാണിതും. ധർമ്മടത്തുകാരനായ ഒരു വൃദ്ധനാണ് കഥാപുരുഷൻ. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതോടെ കണ്ണാടിയില്ലാതെ തന്നെ കാഴ്ച തെളിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇനി കണ്ണടയില്ലാതെ തന്നെ അങ്ങ് ലോകത്തെ നോക്കിക്കൊള്ളുക. ഇതിലേറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഭരണത്തിലിരിക്കുമ്പോൾ കണ്ണാടിയിൽ കൂടി മാത്രമേ ജനത്തെ കാണുമായിരുന്നുള്ളൂ. അത് 100 വാര അകലെ നിന്ന് മാത്രം. നേർക്കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ, തിമിരം മാറിയപ്പോഴേക്കും ഭരണം പോയി. സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത് പ്രായമാകും തോറും ലെൻസിൻ്റെ ശക്തി കൂട്ടിവെക്കുന്നതാണ് പതിവ്. സർക്കാരിൻ്റെ കാശ് മുടക്കി കണ്ണാപ്പറേഷൻ ചെയ്താലുള്ള ഗുണം ഇതൊക്കെയാണ്. നമ്മളാരെങ്കിലും നാട്ടിലെവിടെയെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ആപ്പറേഷൻ നടത്തിയാൽ കാഴ്ച പോകുന്നതാണ് മിക്കവരുടെയും അനുഭവം. 1000 കണ്ണ് പൊട്ടിച്ച് അരവൈദ്യനാകൂ എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ കുറേ കണ്ണ് ഡോക്ടർമാരുമുണ്ട്. പക്ഷേ നമ്മുടെ ധർമ്മടത്തുകാരനായ മഹാവൃദ്ധന് ഒരു യോഗമുണ്ട്. ഡോക്ടർ പറഞ്ഞു, ഇനി കണ്ണട വെക്കേണ്ട കാര്യമില്ല, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ജനത്തെ നോക്കിക്കൊള്ളൂ എന്ന്. പുറത്തു വയ്ക്കേണ്ട ലെൻസ് അകത്ത് തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്ഭുത വൃദ്ധൻ കഴിഞ്ഞയാഴ്ച വാർത്താ സമ്മേളനത്തിനിടയിൽ പറഞ്ഞത്, കണ്ണാടി വെച്ച് നിങ്ങളെല്ലാം എന്നെ കണ്ടു ശീലിച്ചത് കൊണ്ടാണ് ഇപ്പോഴൊരു പ്രത്യേകത തോന്നുന്നത് എന്നാണ്. എന്തായാലും ഇപ്പോൾ പകുതി മാത്രമേ കണ്ണ് തുറക്കുന്നുള്ളൂ. കണ്ണിൻ്റെ അര ഷട്ടർ തുറക്കുമ്പോൾ തന്നെ പൂർണ്ണമായ കാഴ്ച ലഭിക്കുന്നു എന്നുള്ളതാണ് മഹാഭാഗ്യം. എന്തായാലും നമ്മൾ കണ്ടു ശീലിച്ച മുഖത്തിന് കട്ടി ഗ്ലാസ് ഒരു അലങ്കാരമായിരുന്നു. ഇപ്പോഴേതാണ്ട് ഉള്ളി തൊലിച്ച പോലെയായി മുഖം. മുഖ്യമന്ത്രി തമാശകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് ഇപ്പോഴത്തെ ഉപദേശം. തമാശ പറച്ചിൽ അവസാനിപ്പിച്ച് ഗൗരവപൂർവമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാവണം. കണ്ണാടി പോയപ്പോഴേക്കും ആള് കർക്കശക്കാരനായി, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നായി. കാടിറങ്ങുന്ന കാട്ടാനകളെപ്പറ്റി ഓർത്താൽ കണ്ണ് ശരിക്കും വലിച്ചു തുറന്നേ പറ്റൂ. എന്തു തന്നെ ചെയ്തിട്ടായാലും സത്വരവും ഫലപ്രദവുമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായേ തീരും. ഇപ്പോഴിതാ മറ്റൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. പണ്ടത്തെ പോലെ ഒരടി കാല് പൊക്കി വയ്ക്കുന്നതിന് ലിഫ്റ്റ് ഒന്നും ആവശ്യമില്ല. ഒരുമാതിരിപ്പെട്ട അരമതിലൊക്കെ ചാടിക്കടക്കുമെന്ന അവസ്ഥയായി. വെറുതെയാണോ പഴമക്കാർ പറയുന്നത്, താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ചയറിയൂ എന്ന്? മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കഞ്ഞി കുടിച്ചിട്ട് കിടന്നാൽ മീശ തുടയ്ക്കാൻ ആൾ വേണമായിരുന്നു. കസേര പിടിച്ചു കൊടുക്കാൻ ഒരാൾ, കുഷൻ നേരെയാക്കാൻ ഒരാൾ, ഗ്ലാസ്സിൽ വെള്ളം കോരി നിറച്ചു കൊടുക്കാൻ ഒരാൾ, എടുത്തു കൊടുക്കാൻ ഒരാൾ. ഇപ്പോഴത്തെ ഇതൊന്നും വേണ്ടാതെ തനിച്ച് നടക്കുന്നു, പിടിക്കാതെ കടമ്പകൾ കടക്കുന്നു. പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, ഈ ധനവൃത്തനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അത്ഭുത വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. 10 വർഷത്തിനിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയത് 30ഓളം വിദേശ യാത്രകളായിരുന്നു. പക്ഷേ താമസത്തിന് ചെലവായത് 0 രൂപ എന്ന വിചിത്ര മറുപടി ഇതാ പുറത്തു വന്നിരിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിരിക്കുന്ന വിവരം, 10 വർഷം കൊണ്ട് 17 രാജ്യങ്ങളാണ് ഈ യൂണിവേഴ്സൽ വൃദ്ധൻ കറങ്ങി അടിച്ചതെന്നാണ്. കുടുംബസഹിതം 30 യാത്രകൾ നടത്തിയിട്ടും പൊതുഭരണ വകുപ്പ് പുറത്തുവിട്ടത് 8 യാത്രകളുടെ ചെലവ് മാത്രമാണ്. ഈ 8 യാത്രകളിലായി 75 ലക്ഷത്തോളം രൂപ ചെലവിട്ടത്രേ. എന്നാൽ ഈ യാത്രകളിൽ താമസത്തിനായി ചെലവഴിച്ച തുകയോ 0 എന്നാണ് വിചിത്രമായ മറുപടി. ഈ ലോകവൃദ്ധനെ സംബന്ധിച്ചിടത്തോളം കിടക്കാൻ പ്രത്യേകിച്ച് ഒരു ഇടം വേണ്ടതില്ലായിരിക്കും. വീണിടം വിഷുലോകം എന്നതാണ് കണക്ക്. US, UAE, ബഹ്റൈൻ, നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ, നോർവേ, ക്യൂബ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ് ഇങ്ങനെ നാടുകളാണ് 10 വർഷത്തിനിടയിൽ കറങ്ങി അടിച്ചത്. ഇവിടെ ഒന്നും താമസിക്കാൻ 10 പൈസ പോലും ചിലവായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഉടായിപ്പ് മണക്കുന്നില്ലേ? അതോ ഈ രാജ്യങ്ങളിലെല്ലാം AKG സെൻ്ററുകളുണ്ടോ? അവിടുത്തെ ഫ്ലാറ്റിലായിരുന്നുവോ താമസം? ഇനി രാജ്യങ്ങളിലൊക്കെ സർക്കാരിൻ്റെ അതിഥിയായിട്ടാണ് പോയതെങ്കിൽ താമസം അവർ തന്നെ നോക്കിക്കൊള്ളുമല്ലോ. അമേരിക്കയിൽ ചെന്നാലുടൻ തന്നെ ട്രംപ് വിളിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. പിന്നെ രണ്ടുപേരും കൂടി ജോളി അടിച്ച നാടാകെ ഒരു കറക്കമുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ നടത്തിയ 4 യാത്രകൾ ചികിത്സാർത്ഥം US-ലേക്കായിരുന്നു. 4 സ്വകാര്യ വിദേശയാത്രകളും പിണറായി വിജയൻ നടത്തി. അതിൽ 2018 ജൂലൈയിൽ US-ലേക്ക് നടത്തിയ യാത്ര സ്വകാര്യമാണെന്നാണ് സർക്കാർ രേഖ. പക്ഷേ 3,83,000 രൂപ എങ്ങ് തൊലച്ചു യാത്രക്കൂലി ഇനത്തിൽ. സ്വകാര്യ യാത്രയാണെങ്കിൽ എന്തിനാണ് ഇത്രയും രൂപ സർക്കാർ അനുവദിച്ചത്? എല്ലാം തൻ്റെ സ്വകാര്യ സ്വത്ത് പോലെ എടുത്ത് പെരുമാറിയ ഒരു ഭരണാധികാരി ഇതുപോലെ ഈ കേരള നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ?
ഈ കത്തുമായി വരുന്ന എൻ്റെ ഭാര്യയ്ക്ക് 2 ഓയിൽ സാരി കടം കൊടുക്കണമെന്ന് ജൗളിക്കച്ചവടക്കാരന് കത്തെഴുതി അപേക്ഷിച്ച EMS നമ്പൂതിരിപ്പാട് എന്നൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും ഗോളാന്തര യാത്ര നടത്തുവാൻ ലക്ഷങ്ങൾ തരൂ എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച പിണറായി വിജയൻ എവിടെ? EMS എവിടെ? കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കൈവെള്ളയിലും തലയിലും കൊണ്ട് നടക്കുകയായിരുന്നല്ലോ ഈ ഭരണാധികാരിയെ. കണ്ടവൻ്റെ നികുതിപ്പണം എടുത്ത് ചമ്മാളിച്ചിട്ടും ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ പ്രജയോട് നിന്റെ വീട്ടിൽ പോയി ചോദ്യരടാ എന്ന് പറഞ്ഞ മഹാനുഭാവൻ. ഇത്രയൊക്കെ കള്ളത്തരങ്ങളും കമ്മട്ടങ്ങളും അഴിമതിയും നടത്തിയിട്ടും പിണറായി വിജയനെ ഏതെങ്കിലും ഒരു ഏജൻസി ഇന്ന് വരെ ചോദ്യം ചെയ്തോ? പക്ഷേ മകൾ EDയുടെ മുമ്പിൽ പോയിരുന്നത് 6.5 മണിക്കൂറാണ്. ആ 6.5 മണിക്കൂർ പിണറായിക്കും കുടുംബത്തിനും 6 സംവത്സരങ്ങളായിരുന്നിരിക്കണം. പിതാമഹർ ചെയ്യും ദുഷ്കൃത്യ ഫലങ്ങളെല്ലാം മക്കൾ അനുഭവിച്ചേ പോകൂ. പണ്ട് ഉമ്മൻചാണ്ടിയോട് നിങ്ങൾ ചോദിച്ച ചോദ്യം തിരിച്ചൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ഒളിപ്പുണ്ടോ മിസ്റ്റർ പിണറായി വിജയൻ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഞെളിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക്? നിങ്ങൾ അരിയാഹാരമല്ലേ കഴിക്കുന്നത്? ഉപ്പ് കൂട്ടിയല്ലേ കഴിക്കുന്നത്? ആണെങ്കിൽ എത്രയും വേഗം ആ കസേര ഒഴിഞ്ഞ് വീട്ടിൽ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നാടെനിക്ക് നഗരമെനിക്ക് പകലെനിക്ക് വെളിവില്ല എന്ന് പറഞ്ഞ് സർവ്വപ്രതാപത്തിൽ നടന്ന ഒരു മനുഷ്യനാണ് മകൾ സാമ്പത്തിക കുറ്റാന്വേഷകർക്ക് മൊഴികൊടുത്ത് രാത്രി തിരിച്ചു വരുന്നതും കാത്ത് വാടക വീടിൻ്റെ ഉമ്മറത്ത് റാന്തലും തൂക്കിയിരിക്കുന്നത്. ഹോ, എന്തൊരു പ്രസ്ഥാനമാണോ ഇത്! എന്തൊരു ധാർമ്മികത, എന്തൊരു നൈതികത! കള്ളന്മാരുടെ കുടിവെപ്പ് മഹോത്സവമാണ് ഈ പ്രസ്ഥാനം എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്.